കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആരെങ്കിലും പറയൂ. ഇത് സംഭവം വേറൊന്നുമില്ല, ഇതൊരു ഫോൾഡബിൾ ടേബിളാണ്. അപ്പോൾ എൻ്റെ ക്രീമും കാര്യങ്ങളും ഉപ്പിട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ ഈ ടേബിളിലാണ് ഞാൻ എല്ലാം വെക്കാറുള്ളത്. സോ ആ മോക്ക് ഇതെത്തുന്നതാണ്. അപ്പോൾ അവൾ കാലത്തെ അവളെ കൊണ്ടെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ എവിടെയും കൊണ്ടിടാറാണ് പതിവ്. സോ അതുകൊണ്ട് അവൾക്ക് എത്താത്ത രീതിക്ക് ഈ മുകളിൽ വെച്ചാണ് ഈ കുമിഞ്ഞു കൂടി കിടക്കുന്നത്. അപ്പോൾ നോമ്പൊക്കെ വരെയില്ലേ, അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവക്കെന്നല്ലല്ലോ, ഇക്ക വന്ന് നോക്കിയപ്പോൾ ഉള്ള കോൺസെൻട്രേഷനും പോയി, ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നോമ്പൊക്കെ വരെയില്ലേ ഈ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഷോക്കേസിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മോളി അടുത്ത് ഹോസ്പിറ്റലിൽ കിടന്നത് അവളെ കുറച്ച് ടാബ്ലറ്റും അങ്ങനെയുള്ള മരുന്നും കാര്യങ്ങളും സിറപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുമായിരുന്നു, പിന്നെ അവൾ ചില സമയത്ത് വാശി പിടിക്കുമ്പോൾ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഞാൻ അവിടെ എടുത്ത് വെക്കും. പിന്നെ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അവിടെ ഉണ്ടാവാറുള്ളൂ. പിന്നെ കീയും പിന്നെ ഒരു സ്പീക്കറും അവിടെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ അത് മാത്രമാണ്. എങ്കിലും കുറച്ചൊന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ മരുന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഈ ഒരു ടേബിളിലാണ്. ഈ ഒരു ടേബിൾ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റൊക്കെ അടിക്കാറുണ്ട്. കാരണം ഞാൻ +2 കഴിഞ്ഞ് ഈ ഒരു ഡിഗ്രി ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് കാണുമല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ പോയ സമയത്ത് മേടിച്ച എല്ലാ സാധനങ്ങളും, അതായത് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ മേടിച്ച എല്ലാ സാധനങ്ങളും ഞാൻ എവിടെ പോയാലും പെറുക്കി കെട്ടി പോകാറുണ്ട്. ബാംഗ്ലൂർ പോയപ്പോൾ അവിടെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ജ്വല്ലറി മേക്കിംഗ്. വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഇതിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സമയത്ത് ഒരുപാട് ക്രാഫ്റ്റ് വർക്കും ബോട്ടിൽ ആർട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചെയ്യാൻ സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ഇത് കുറച്ച് ഞാൻ തായ്ലൻഡിലും അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് മേടിച്ച സാധനങ്ങളാണ്. വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എല്ലാം തൂത്ത് തുടച്ച് ഞാൻ വൃത്തിയാക്കി താഴെയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ എന്തുവായിരുന്നു, ഞാൻ പണ്ട് തൊട്ട് വാങ്ങിച്ച എല്ലാ കമ്മലും ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കമ്മലിൽ കുറച്ച് സാധനങ്ങളൊക്കെ എന്തുവാണ്, കല്ല് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒട്ടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ കോടാലി തൈലം, ഞങ്ങൾ കോടാലി ഷാപ്പെന്നാണ് പറയുന്നത്, അതില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്ക് തലവേദന വന്നാലും എന്ത് വന്നാലും അത് തന്നെ എനിക്ക് വേണം. അങ്ങനെ എല്ലാം ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഷോക്കേസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ഈ ഒരു ടേബിൾ എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അവളെ പേടിച്ചാണ് ഞാൻ ഇങ്ങനെ മുകളിൽ അടുക്കി വെച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.